ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഗോവിഡ് ടെക് മൈൻഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്താണെന്നറിയോ? കുറേ നാളായി നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു വാക്ക്. ചിലർക്ക് ഭയങ്കര സംഭവമാണ്, ചിലർക്ക് എന്താണെന്നൊരു പിടിയുമില്ല, മറ്റു ചിലർക്ക് ഇതൊക്കെ വെറും തള്ളാണോ എന്നാ സംശയം. ദാ പിടിച്ചോ, നമ്മുടെ ഇന്നത്തെ താരം AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എന്താണീ AI? റോബോട്ടുകൾ വന്ന് നമ്മുടെയെല്ലാം പണി കളയുമോ? അതോ ഇത് നമ്മുടെ ജീവിതം അടിപൊളിയാക്കാൻ പോകുന്ന വല്ല മാജിക്കുമാണോ? എല്ലാ സംശയങ്ങളും നമുക്കിന്ന് തീർക്കാം. റെഡിയല്ലേ? ലെറ്റ്സ് ഗോ! ആദ്യം തന്നെ ഈ AI എന്ന് പറയുന്നത് നാളെ വരാൻ പോകുന്ന ഒരു ടെക്നോളജിയല്ല. ഇത് ഓൾറെഡി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ അടുത്ത ഏത് സിനിമ കാണണം എന്നവർ പറയുന്നില്ലേ? യൂട്യൂബിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട വീഡിയോകൾ തന്നെ ഹോം പേജിൽ വരുന്നില്ലേ? സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ റെസ്റ്റോറന്റ് ലിസ്റ്റ് വരുന്നില്ലേ? ഇതിന്റെയെല്ലാം പിന്നിൽ ഈ കുഞ്ഞൻ AI ഉണ്ട്. നമ്മളറിയാതെ തന്നെ AI നമ്മുടെ ഓരോ ദിവസത്തിലും ഇങ്ങനെ കേറിപ്പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇത് മാത്രമല്ലാട്ടോ സംഭവം. ലോകത്തിലെ വലിയ വലിയ കമ്പനികൾ പറയുന്നത് 2033 ആവുമ്പോഴേക്കും AI കാരണം ഏകദേശം $13 ട്രില്യൺ സാമ്പത്തിക വളർച്ചയുണ്ടാകുമെന്നാണ്. ഒന്നാലോചിച്ചു നോക്കിയേ. അപ്പൊ ഈ തരംഗത്തില് നമ്മളും ഒന്ന് പിടിച്ചു കയറണ്ടേ? നമ്മൾ ഭയങ്കര സംഭവമായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും AIയുടെ അടിസ്ഥാന ആശയം സംഭവം സിമ്പിളാണ്. വളരെ സിമ്പിളാണ്. മനുഷ്യന്മാർക്ക് ചെയ്യാൻ കഴിയുന്ന ചില ജോലികൾ കമ്പ്യൂട്ടറുകളെക്കൊണ്ട് ചെയ്യിപ്പിക്കുക, അത്രയുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ചെറിയ കുട്ടിയെ നമ്മൾ എങ്ങനെയാണ് മൃഗങ്ങളെ പഠിപ്പിക്കുന്നത്? മോനെ, ദാ ഇത് പൂച്ച, ഇതിന് 4 കാലുണ്ട്, മീശയുണ്ട്, മ്യാവൂ എന്ന് കരയും. ദാ ഇത് പട്ടി, ഇത് കുരയ്ക്കും. ഇങ്ങനെ കുറേ തവണ കാണിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് പൂച്ചയെയും പട്ടിയെയും തനിയെ തിരിച്ചറിയാൻ പറ്റും, അല്ലേ? ഇതേപോലെ ആയിരക്കണക്കിന് പൂച്ചകളുടെ ഫോട്ടോകൾ ഒരു കമ്പ്യൂട്ടറിന് കാണിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ പൂച്ചയാണ് എന്ന് നമ്മൾ അതിനെ പഠിപ്പിക്കും. ഇതിനെയാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ പഠിച്ച കമ്പ്യൂട്ടറിന് പിന്നെ പുതിയൊരു പൂച്ചയുടെ ഫോട്ടോ കാണിച്ചാൽ ഹായ്, ഇത് പൂച്ചയാണല്ലോ എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഇതാണ് AIയുടെ ഒരു ബേസിക് ഐഡിയ. സിമ്പിളല്ലേ? ഇപ്പൊ AI രംഗത്ത് ഒരു പുതിയ സൂപ്പർസ്റ്റാർ വന്നിട്ടുണ്ട്, ജനറേറ്റീവ് AI. പേരുകേട്ട് പേടിക്കേണ്ട, സംഭവം കിടുവാണ്. ഇതുവരെ നമ്മൾ കണ്ട AI ഉള്ള കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കുകയായിരുന്നു. പക്ഷേ ഈ ജനറേറ്റീവ് AI പുതിയ കാര്യങ്ങൾ അങ്ങോട്ടുണ്ടാക്കും. നിങ്ങൾ ChatGPT എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മളൊരു വിഷയം കൊടുത്താൽ അതിനെപ്പറ്റി ഒരു അടിപൊളി ലേഖനം എഴുതിത്തരും. എനിക്കൊരു പ്രണയകവിത വേണം എന്നു പറഞ്ഞാൽ കവിത റെഡി. ഒരു യൂട്യൂബ് വീഡിയോക്ക് സ്ക്രിപ്റ്റ് വേണം എന്നു പറഞ്ഞാൽ ദാ ഇതുപോലെ സ്ക്രിപ്റ്റും റെഡി. ഫോട്ടോ ഉണ്ടാക്കുന്ന മിഡ്ജേണി, പാട്ടുണ്ടാക്കുന്ന AI, കോഡ് എഴുതുന്ന AI, അങ്ങനെ എന്തെല്ലാം. ഇതാണ് ജനറേറ്റീവ് AIയുടെ ലോകം. ഇത് കാരണം മാത്രം ഏകദേശം $4.4 ട്രില്യൺ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ഈ അടുത്ത് ഏതെങ്കിലും AI ടൂൾ ഉപയോഗിച്ചോ? ChatGPTയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണേ. ഇതൊക്കെ അമേരിക്കയിലും യൂറോപ്പിലുമല്ലേ? നമ്മുടെ കേരളത്തിൽ ഇതുകൊണ്ട് എന്ത് കാര്യമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒരുപാട് കാര്യങ്ങളുണ്ട്. കൃഷിയിൽ നമ്മുടെ കാലാവസ്ഥ പ്രവചിക്കാൻ, വിളകൾക്ക് വരാൻ പോകുന്ന രോഗങ്ങൾ മുൻകൂട്ടി അറിയാൻ, അങ്ങനെ കർഷകരെ സഹായിക്കാൻ AIക്കു പറ്റും. ആരോഗ്യരംഗത്ത് ഗ്രാമങ്ങളിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ ഒരു എക്സ്റേ എടുത്താൽ അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പെട്ടെന്ന് കണ്ടെത്താൻ AI സഹായിക്കും. പിന്നെ ജോലി, നമ്മുടെ ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലുമൊക്കെ AI രംഗത്ത് ഒരുപാട് തൊഴിലവസരങ്ങൾ വരുന്നുണ്ട്. ശരിയായ കഴിവുകളുണ്ടെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ നല്ല ശമ്പളത്തിൽ ജോലി നേടാം. സിനിമയിലൊക്കെ കാണുന്ന പോലെ സ്വന്തമായി ചിന്തിച്ച് മനുഷ്യരെ അടക്കി ഭരിക്കുന്ന റോബോട്ടുകളൊന്നും തൽക്കാലം വരുന്നില്ല. അതിനെ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്നാണ് പറയുക. നമ്മൾ അതിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന 99% AIയും നാരോ AI ആണ്. അതായത് ഒരു പ്രത്യേക ജോലി മാത്രം ചെയ്യാനറിയുന്ന AI. ചെസ്സ് കളിക്കുന്ന AIക്ക് ചെസ്സ് മാത്രമേ കളിക്കാനറിയൂ. അതിനോട് ദോശയുണ്ടാക്കാൻ പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ AIയെ ഒരു ശത്രുവായി കാണാതെ നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളായിട്ട് കണ്ടാൽ മതി. ഒരു കാൽക്കുലേറ്റർ പോലെ, അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ പോലെ. വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അസൈൻമെന്റ് ചെയ്യാൻ, പുതിയ വിഷയങ്ങൾ എളുപ്പത്തിൽ പഠിക്കാൻ, കോഡിംഗ് പഠിക്കാൻ, എല്ലാത്തിനും AI ഒരു സൂപ്പർ ട്യൂട്ടറാണ്. ചെറുകിട ബിസിനസ്സുകാർക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിന് നല്ലൊരു പരസ്യം എഴുതാൻ, കസ്റ്റമേഴ്സിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ, ബിസിനസ് വളർത്താൻ AI ഉപയോഗിക്കാം. യൂട്യൂബർമാർക്കും എഴുത്തുകാർക്കും വീഡിയോക്ക് ഐഡിയ കണ്ടെത്താനും, സ്ക്രിപ്റ്റ് എഴുതാനും, ആകർഷകമായ തലക്കെട്ടുകളുണ്ടാക്കാനുമൊക്കെ AI ഒരു കിടിലൻ സഹായിയാണ്. അപ്പോ എന്തൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്? AI ഒരു മാജിക്കല്ല, അതൊരു ടെക്നോളജിയാണ്. അത് നമ്മുടെ കൂടെയുണ്ട്. റോബോട്ടുകളെ പേടിക്കേണ്ട. ഇന്നത്തെ AI ഒരു പ്രത്യേക ജോലി മാത്രം ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ഇതൊരു വലിയ അവസരമാണ്. ശരിയായി ഉപയോഗിച്ചാൽ പഠനത്തിലും ജോലിയിലും ബിസിനസ്സിലുമൊക്കെ മുന്നേറാൻ AI നമ്മളെ സഹായിക്കും. AI എന്നത് മാറി നിൽക്കേണ്ട ഒന്നല്ല, മറിച്ച് മനസ്സിലാക്കി കൂടെ കൂട്ടേണ്ട ഒന്നാണ്. ഇതിന്റെ സാധ്യതകൾ ഇനിയും ഒരുപാട് വളരാനിരിക്കുന്നതേയുള്ളൂ. അപ്പോ AIയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കുറച്ചെങ്കിലും മാറിയെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ
മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. AI-യെപ്പറ്റി അവർക്കും അറിയാമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും താഴെ കമന്റ് ചെയ്യാൻ മടിക്കരുത്. ഇതുപോലെയുള്ള അടിപൊളി വീഡിയോകൾ ഇനിയും കാണാനായി നമ്മുടെ ചാനലായ ഗോവിഡ് ടെക് മൈൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്ക്. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.